Guys, welcome back to my channel. സോ ഇന്ന് നമ്മൾ വന്നിട്ട് ഞാൻ കണ്ണൂർ വീട്ടിലാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. സോ ഇവിടെ വന്നിട്ട് തെയ്യമാണ്. ആരും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ആരും തെയ്യം കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. സോ ഈ വ്ളോഗ് വന്നിട്ട് തെയ്യം വ്ളോഗാണ്. ഓക്കെ, ഉത്സവങ്ങളാവുമ്പോ വീട്ടിൽ വരുന്നമാര് എല്ലാ ആൾക്കാരും വീട്ടിലേക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് തെയ്യം. ഞങ്ങളുടെ നാട്ടിലെ തെയ്യം, കണ്ണൂരിന്റെ ഉത്സവമാണ് തെയ്യം. സോ ഇവിടെ കുറെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ എന്റെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും ഇന്ന് ഈ വ്ളോഗിലൂടെ പരിചയപ്പെടാം. ഇത് അച്ചു, ഇത് കുഞ്ഞൻ, ഇത് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പോവാൻ വേണ്ടിട്ട്. ഇന്ന് DJ ഉണ്ട്, പിന്നെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തെയ്യമാണ് മെയിൻ. തെയ്യത്തിന്റെ കുറച്ച് ഷോർട്സ് കിട്ടുമെന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ അമ്പലം, കണ്ടിയിൽ ഭഗവതി ക്ഷേത്രം. ലൈറ്റ് ആയിട്ടൊന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ആയി ബിക്കോസ് ഓഫ് DJ. തെയ്യത്തിന് നല്ല സൂപ്പർ അന്നദാനം ഉണ്ടാവും. അച്ചാറായിരുന്നു ഏറ്റവും നല്ലത്. ഇപ്പം ഞങ്ങൾ തെയ്യത്തിൻ്റെ തുടക്കം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇത് തോറ്റം എന്നാണ് പറയുക. തെയ്യം കെട്ടുന്ന ആൾ പ്രാർത്ഥിച്ചിട്ട് തെയ്യം നമ്മുടെ ശരീരത്തിലേക്ക് കയറണം, ആ ശക്തി വരണം എന്നുള്ള ഒരു പൈൻകുറ്റി മാതിരി ഒരു മുന്നിലെ പ്രാർത്ഥനയാണ്. ഇത് ചന്തയാണ്. ഞങ്ങളുടെ അവിടുത്തെ ചെറിയ 2-3 ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം കുറവായിരുന്നു. രാവിലെ 3 മണിക്കാണ് തെയ്യം ഇറങ്ങുക. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് തെയ്യം. പെരുമ്പീശൻ എന്നാണ് ഇതിൻ്റെ പേര്. തെയ്യത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പെരുമ്പീശൻ ഒരുപാട് നേരത്തേക്ക് അവർ ഉറയുകയും തെയ്യം കെട്ടുകയും ചെയ്തിട്ട് അവസാനം നമ്മൾ ഭക്തരൊരു നേർച്ച കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടാവും. ഇതിൻ്റെ ചമയങ്ങളും അതുപോലെ മുഖത്തിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുക. ഒരു വിശ്വാസമാണ് എല്ലാവരുടെയും. 3 മണി വരെ ഉറക്കമൊഴിച്ചിരിക്കാൻ വേണ്ടി നമ്മളെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് തെയ്യം ഇറങ്ങുക. അതുപോലെ നേർച്ച കൊടുക്കുന്ന സമയത്ത് നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് ഫീലാകും, ഒരു ആശ്വാസം ഉണ്ടാകും. ദൈവത്തിനോട് പറയുന്നു എന്നുള്ളൊരു ഫീല് വരും. അവരതിനനുസരിച്ചുള്ള ആശ്വാസങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇത് കഴിഞ്ഞ് 4 മണിക്കാണ് അടുത്ത തെയ്യം ഇറങ്ങുക. ആ തെയ്യമൊന്നും കാണാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല, കാരണം രാവിലെ എനിക്ക് തിരിച്ചു വരണമായിരുന്നു. സോ ഞാൻ തിരിച്ചു വന്നു. പിന്നെ പകലുള്ള തെയ്യത്തിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. 4 മണിക്ക് ഇറങ്ങുന്ന ഗുളികൻ തെയ്യത്തിൻ്റെ ഷോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ രാവിലെ പോകേണ്ടതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അവസാനമുള്ള ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഭഗവതി തെയ്യത്തിൻ്റെയാണ്. ഏറ്റവും വലിയ മുടിയൊക്കെ ആയിട്ട് ചമയങ്ങളൊക്കെയുള്ള തെയ്യമാണ് ഭഗവതി തെയ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഷോട്ടാണ് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത്. സോ ഇന്നത്തേക്ക് ഡുങ്കൂസ് യൂണിവേഴ്സ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.